ജിൻഡോ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് വിഷമം തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബിഗ് ബോസിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ജിൻഡോ വളരെ വിഷമത്തോട് പറയുന്നത്. ജിൻഡോ പറയുന്നുണ്ട്, അർജുൻ തന്നെ ഇപ്പോൾ അറ്റാക്ക് ചെയ്തു, അതിപ്പം നിർത്തണം, നിർത്തിയില്ലെങ്കിൽ എനിക്ക് അവനെ കൈകാര്യം ചെയ്യാൻ അറിയാമയ്യഞ്ഞിട്ടല്ല, പക്ഷെ അതിപ്പം നിർത്തണം. ഇന്നാൾ അവൻ ഋഷിയെ അറ്റാക്ക് ചെയ്തു, അതുപോലെ അഭിഷേകിനെ അറ്റാക്ക് ചെയ്തു. അന്നേരം ഋഷിയും അഭിഷേകും പറയുന്നുണ്ട് ബലൂണ് ടാസ്കിനിടയിൽ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്തതായിട്ട് അവർ രണ്ടുപേരും സമ്മതിക്കുന്നുണ്ട്. ഇവന് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്, പക്ഷെ ആരും അത് നോട്ട് ചെയ്യുന്നില്ല, ആരും പരാതിയും പറയുന്നില്ല. അതിനനുസരിച്ച് അർജുൻ ഇപ്പം വീണ്ടും വീണ്ടും ഇങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ശൈലിയിലേക്ക് മാറുകയാണ്. അത് പ്രശ്നമാണ്. ഒരുപക്ഷെ ഇനിയും എനിക്ക് ഇടി കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വരും. അതുപോലെ മറ്റാരെങ്കിലുമായിട്ടാണെങ്കിൽ വീണ്ടും പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഈ ഗെയിമിന് നല്ലതല്ല, അത് നിർത്തണം. അതാണ് ഞാൻ ഈ പരാതിപ്പെടാനുള്ള ഒരു കാരണം. അല്ലാതെ എനിക്ക് അർജുനൊരു എതിരാളിയോ ശത്രുവോ ഒന്നും തന്നെ അല്ല എന്ന് പറയുന്ന ജിൻഡോയെ നമുക്കവിടെ കാണാം. പിന്നെ ജിൻഡോ പറയുന്നുണ്ട്, എനിക്ക് വേദന എടുക്കുന്നു എന്ന് പറയുമ്പം മറ്റുള്ളവർ കാണുന്ന ഒരു കോമഡി പറയുന്നത് പോലാണ് കാണുന്നത്. എനിക്ക് വേദനയോ എന്നുള്ള രീതിയിലാണ് പലരുടെ സംസാരവും ചിരിയൊക്കെ കാണുമ്പോൾ. ഞാൻ എന്താ കോമഡി പറഞ്ഞു, എനിക്ക് കഴുത്ത് വേദനിക്കുന്നു എന്ന് പറഞ്ഞപ്പം എല്ലാവർക്കും അത് കോമഡി കേൾക്കുന്നത് പോലാണ് തോന്നിയത് എന്ന് ജിൻഡോ വളരെ വിഷമത്തോട് പറയുന്നു. ആ സ്ഥാനത്ത് എനിക്ക് വിഷമം ഉണ്ടാകാറുണ്ട്. കാരണം ജാസ്മിൻ്റെ കൈ പൊള്ളി, രാവിലെ തന്നെ ജാസ്മിൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി എന്ന് പറഞ്ഞ് അയ്യോ ജാസ്മിൻ്റെ കൈ പൊള്ളിയോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ മൊത്തം ഒരു പ്രശ്നം ഉണ്ടായി. പക്ഷേ ജാസ്മിൻ്റെ പൊള്ളലൊന്നുമില്ല. അപ്പം റസ്മിൻ വരുന്നു, ഗബ്രി വരുന്നു എന്ന് വേണ്ട, ഭയങ്കര ഒരു പ്രശ്നമായി. അപ്പം അതൊക്കെ കാണുമ്പം ജിൻഡോ പറയുന്നത് ഈ സ്ഥാനത്ത് ജാസ്മിൻ്റെ കൈ പൊള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം നടക്കുന്നുണ്ട്. അവിടെ എനിക്ക് വേദന എടുക്കുന്നു, എൻ്റെ പെടലി വേദന എടുക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വല്ലാത്തൊരു പുച്ഛഭാവം എല്ലാവരുടെയും മുഖത്ത് ഞാൻ കണ്ടു. അതെനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ ജിൻഡോ വളരെ വിഷമത്തോട് ഇവരോടെല്ലാം നിന്ന് അഭിഷേകിനോടും ഋഷിയോടും ശരണിയോടും ഒക്കെ ഇരുന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ലൈവ് കാണുന്നവർക്കൊക്കെ വിഷമം തോന്നും. ഇത് തന്നെയാണ് ജിൻഡോ ഒരു മനുഷ്യനാണ്, പച്ചയായ മനുഷ്യനാണ്, അല്ലാതെ അമാനുഷിക ശക്തിയുള്ള ഒരു വ്യക്തിയൊന്നും അല്ല എന്ന് അവിടുത്തെ അംഗങ്ങളും കൂടെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്നൊരു നിമിഷങ്ങളാണ്.